കപ്പൽ ആങ്കർ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ബോട്ടിൽ കപ്പൽ അടുപ്പിക്കാൻ ബെർത്ത് വെക്കേണ്ട അല്ലാത്തപ്പോഴും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കപ്പൽ ആങ്കർ ഇടാറുള്ളത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായി കപ്പലിന് ഓരോ ആങ്കറുകളാണ് ഉള്ളത്. അതായത് ഒരു കപ്പലിന് 2 ആങ്കറുകളുണ്ട്. ഈ കപ്പലിന്റെ ഒരു ആങ്കർ ചെയിന്റെ നീളം വരുന്നത് 390 മീറ്റർ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ആങ്കറിന്റെ ബ്രേക്ക്. കടലിൽ എവിടെയെങ്കിലും കൊണ്ടായിട്ട് ആങ്കർ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ആങ്കർ ഇടാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതാണ് ആങ്കറേജ് ഏരിയ. ആങ്കറേജ് ഏരിയയിൽ പല കപ്പലുകളും ഉണ്ടാകാം. മറ്റു കപ്പലിൽ നിന്നും സേഫ് ആയിട്ടുള്ള അകലം നോക്കി ക്യാപ്റ്റൻ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ആങ്കർ ഇടുന്നത്. നമുക്ക് 2 വിധത്തിൽ ആങ്കർ ഇടാൻ സാധിക്കും. ഒന്ന് ലെറ്റ് ഗോ ആങ്കറും 2 വാക്ക് ബാക്ക് മെത്തേഡും. ലെറ്റ് ഗോ ആങ്കർ ആണെങ്കിൽ വളരെ വേഗത്തിൽ സീബട്ടിൽ വീഴുകയോ അങ്ങനെ ആങ്കർ നന്നായിട്ട് ഹോൾഡ് ചെയ്യാനും സാധിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ബ്രേക്ക് ഫെയിലിയർ ആകുകയോ അങ്ങനെ ആങ്കർ കേബിൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ വാക്ക് ബാക്കിൽ ഗിയർ എൻഗേജ് ചെയ്ത് സ്ലോ ആക്കിയിട്ട് നമുക്ക് ആങ്കർ സേഫ് ആയിട്ട് ഇടാൻ സാധിക്കും. എന്നാൽ ഈ പ്രോസസ്സിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇവിടെ വാക്ക് ബാക്ക് മെത്തേഡിൽ ആങ്കർ ഇടുന്നതാണ് ഈ കാണുന്നതും. ഈ മീൻ പിടിക്കാൻ പുഴയിലേക്ക് ചൂണ്ടെറിയുന്ന പോലെ ടക്കുന്ന് സ്വിച്ച് ഇടുമ്പോൾ കടലിലേക്ക് ആങ്കർ വീഴുന്ന എന്തോ പരിപാടിയാണെന്നായിരുന്നു കേട്ടോ പണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഇവിടെ ഇപ്പൊ ആങ്കർ ഇടാൻ വേണ്ടി മാത്രം 1 മണിക്കൂർ എടുത്തായിരുന്നു.